സ്നേഹമുള്ളവരെ, നമ്മൾ പന്തക്കസ്ത തിരുനാൾ ആഘോഷിക്കുകയാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളാണ്. അതുപോലെ തന്നെ യേശുവിൻ്റെ ശിഷ്യന്മാർ പല ഭാഷകൾ സംസാരിച്ച ആ അത്ഭുതത്തിൻ്റെ ദിനം. അതിലുപരിയായിട്ട് സഭ ജന്മമെടുക്കുന്നത്, സഭയുടെ പിറവിയുടെ ദിനം. അതൊക്കെയാണ് നമ്മൾ ഈ പന്തക്കൊസ്ത തിരുനാൾ വഴി ആഘോഷിക്കുന്നത്. ഈ പന്തക്കൊസ്ത എന്നത് പക്ഷേ ഇതിനു മുമ്പും ഉണ്ടായിരുന്ന യഹൂദരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ആഘോഷമായിരുന്നു. ഷവ്വോത്ത് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന, പെസഹായ്ക്ക് 50 നാളിന് ശേഷം ആഘോഷിച്ചിരുന്ന ഒരു ദിനം. അത് സിനായ് മലയിൽ അവർക്ക് ലഭിച്ച ദൈവിക നിയമങ്ങളുടെ ആ ഓർമ്മ ആഘോഷിക്കുന്ന ഒരു ദിനമായിരുന്നു. അതിലുപരി ആദ്യ ഫലങ്ങൾ ജെറുസലേം ദേവാലയത്തിൽ സമർപ്പിക്കുന്നതിൻ്റെ ഒരു ദിനമായിരുന്നു. നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിലെ ഈ പന്തക്കൊസ്തായുടെ പ്രത്യേകത എന്താണ്? 1-2 കാര്യങ്ങൾ നമ്മൾ ആദ്യം കേട്ടു. വളരെ പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്നത് സാക്ഷ്യം നൽകുന്നതിനെക്കുറിച്ച്. പന്തക്കൊസ്ത തിരുനാളിൽ യേശുവിൻ്റെ മനുഷ്യാവതാരവും യേശുവിൻ്റെ ജീവിതവും പ്രവൃത്തികളുമൊക്കെ ഒരിക്കൽ കൂടി ശക്തമായിട്ട് തെളിയിക്കപ്പെടുകയാണ്. കാരണം ഈ പന്തക്കൊസ്തയിലൂടെ ശിഷ്യർ യേശുവിനെ പ്രഘോഷിക്കുകയാണ്, യേശുവിൻ്റെ സാക്ഷികളായിട്ട് മാറുകയാണ് അവർ. ഇതിനു മുമ്പും യേശു അവരെ സാക്ഷികളായിട്ട് അയക്കുന്നുണ്ട്. എന്നാൽ യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം ധൈര്യം നഷ്ടപ്പെട്ടിരുന്നവർ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതോടുകൂടി യേശുവിൻ്റെ ധൈര്യമുള്ള സാക്ഷികളായിട്ട് ലോകത്തിലേക്ക് മാറുകയാണ്. അതെ, ഈ സാക്ഷ്യം എന്നുള്ളത് ഇവിടെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം, ബൈബിളിൽ ഒരു കാര്യത്തിന് സാധുത ഉണ്ടാകണമെങ്കിൽ 2 or 3 സാക്ഷികളെങ്കിലും ഉണ്ടാകണമായിരുന്നു. അതായിരുന്നു മോശയുടെ നിയമം. ഇനി യേശുവിൻ്റെ ഉത്ഥാനത്തെ എടുക്കുക. അതിന് സാക്ഷികൾ യേശുവിൻ്റെ ശിഷ്യഗണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യേശുവിൻ്റെ ഉത്ഥാനത്തെ എതിർത്തിരുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. പന്തക്കൊസ്തായിൽ എന്താ സംഭവിക്കുക? നമ്മൾ കേൾക്കുന്നുണ്ട്, ആ കാലത്ത് അറിയപ്പെട്ടിരുന്ന സകലമാന മനുഷ്യരും, ലോകം മുഴുവനും എന്ന് പറയാം, അവർ അവിടെ കൂടിയിരുന്നു. അവർ ഈ അത്ഭുതം അനുഭവിക്കുകയാണ്, അവരതിൻ്റെ സാക്ഷികളാവുകയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പന്തക്കൊസ്തായിലൂടെ ലോകം മുഴുവനും മനസ്സിലാക്കുകയാണ്, യേശു എന്നുള്ളത് ഒരു കെട്ടുകഥയൊന്നുമല്ല, ഒരു സത്യമാണ്, മനുഷ്യർ അനുഭവിക്കുന്ന ഒരു സത്യം. അതോടുകൂടി യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് വിശ്വസ്തത കൂടുകയാണ്. അതോടുകൂടി യേശുവിൻ്റെ ശിഷ്യഗണം വർദ്ധിക്കുകയാണ്. നമ്മൾ കേൾക്കുന്നുണ്ട്, അവിടെ കൂടിയിരുന്ന ഓരോ മനുഷ്യരും അവരുടേതായിട്ടുള്ള ഭാഷയിലാണ് ശിഷ്യരുടെ സാക്ഷ്യം കേൾക്കുന്നത്. അതിൻ്റെ തീവ്രമായിട്ടുള്ള ആഴത്തിലുള്ള അർത്ഥം, ദൈവത്തിന് നിന്നോട് എന്നോട് വ്യക്തിപരമായിട്ട് എന്തോ പറയാനുണ്ട്. ദൈവം എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള അനുഭവമാണ്. ഈ ദൈവിക അനുഭവത്തെ നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ വിശ്വാസത്തിലൂടെ, നമ്മുടെ അനുഭവങ്ങളിലൂടെ അന്വേഷിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രാധാന്യമുള്ളത്. അതിനായിട്ട് നമുക്ക് നിരവധി ദാനങ്ങൾ ദൈവം നൽകുന്നുണ്ട്. അത് നമ്മൾ 2ാമത്തെ വായനയിൽ കേൾക്കുന്നുണ്ട്. ദൈവത്തെ നമുക്ക് പല മാർഗങ്ങളിലൂടെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ, മറ്റ് മനുഷ്യരുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ, നമ്മുടെ കൂട്ടായ്മകളിലൂടെ. സ്നേഹമുള്ളവരെ, പന്തക്കൊസ്ത തിരുനാൾ നമുക്ക് ഈ ഒരു വലിയ സ്വാതന്ത്ര്യമാണ് തുറന്നിടുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഏതുതരം ദാനങ്ങളാണ് നമ്മൾ സ്വീകരിക്കുന്നത്? ഏതുതരം വ്യക്തിപരമായിട്ടുള്ള ജീവിതാനുഭവങ്ങളാണ് നമുക്ക് ദൈവവുമായിട്ടുള്ളത്? ഏത് ആത്മാവാണ് നമ്മെ ശക്തിപ്പെടുത്തുന്നത്, നമ്മെ ജീവിതത്തിൽ നയിക്കുന്നത്? സ്നേഹമുള്ളവരെ, വ്യക്തിപരമായിട്ടുള്ള ദൈവ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അങ്ങനെ ദൈവാത്മാവിൻ്റെ കൈവെപ്പുമുള്ള അനുഗ്രഹീതരായ സാക്ഷികളായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ.
ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.